ഞങ്ങളിപ്പോൾ ഉള്ളത് മസനഗുഡിയിലാണ്. ഇവിടുന്ന് ഊട്ടിയിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് റൂട്ടാണ് മസനഗുഡി ടു ഊട്ടി. മസനഗുഡിയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരമാണ് ഊട്ടിയിലേക്ക്. പക്ഷേ 30 കിലോമീറ്റർ ആണെങ്കിലും ഒരുപാട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും. ഊട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ അത് മസനഗുഡി വഴി തന്നെ പോകണം. മസനഗുഡി വഴി പോവുകയാണെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകണം. യാത്ര അടിപൊളിയായിരിക്കും. ഞങ്ങളിവിടാണ് രാത്രി സ്റ്റേ ചെയ്തത്. കാടിന് നടുക്കുള്ള ഒരു ഗ്രാമമാണെങ്കിലും അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും മസനഗുഡിയിലുണ്ട്. ടൈഗർ റിസർവിനുള്ളിൽ ഗവൺമെൻറ് സ്റ്റേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റായിരിക്കും. ഇവിടെ ലോ ബഡ്ജറ്റിൽ നമുക്ക് മസനഗുഡിയിൽ റൂമുകൾ കിട്ടും. ഞങ്ങൾ വൈൽഡ് ഇന്ത്യൻ ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന ലോഡ്ജിലാണ് ഞങ്ങൾ റൂം എടുത്തത്. പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇതുവഴിയുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യാം. എപ്പോഴാണെങ്കിലും ഈ റൂട്ടിലൂടെയുള്ള യാത്ര നല്ല ത്രില്ലിങ് തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് ബെറ്റർ മഴക്കാലത്ത് ഇതുവഴി യാത്ര ചെയ്യുന്നതാണ്. സമയമാകുമ്പോഴേക്ക് കാടിന് നല്ല പച്ചപ്പായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിലെല്ലാം മൃഗങ്ങളുടെ നല്ല ഒരുപാട് സൈറ്റിങ്ങുകൾ കിട്ടും. മസനഗുഡിയിൽ നിന്ന് രാവിലെ തന്നെ ഊട്ടിയിലേക്ക് യാത്ര തിരിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ മുതുമലയിലെ ജംഗിൾ സഫാരിയൊക്കെ പോയി വന്നപ്പോഴേക്ക് കുറച്ച് ലേറ്റായി. മുതുമലയിൽ പ്രധാനമായിട്ടും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ 2 സ്ഥലങ്ങളാണ്. ഒന്ന് എലിഫന്റ് ക്യാമ്പും പിന്നൊന്ന് ജംഗിൾ സഫാരിയും. ഈ റൂട്ടിലൂടെയുള്ള യാത്രയിൽ പ്രധാനമായിട്ടും കാണേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. എലിഫന്റ് ക്യാമ്പിൻ്റെയും ജംഗിൾ സഫാരിയുടെ ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വണ്ടിയിലൊക്കെ പെട്രോൾ കുറവാണെന്നുണ്ടെങ്കിൽ മസനഗുഡിയിൽ നിന്ന് പെട്രോൾ അടിച്ച് വേണം യാത്ര തുടങ്ങാൻ. 30 കിലോമീറ്റർ ഉള്ളെങ്കിലും 36 ഹെയർ പിന്നൊക്കെ കയറി വേണം ഊട്ടിയിലെത്താൻ. മസനഗുഡി വിട്ടാൽ പിന്നെ ഊട്ടിയിലെ പെട്രോൾ പമ്പല്ലേ ഉണ്ടാവുള്ളൂ. ആനയും മാനും മാത്രമല്ല, പോകുന്ന വഴിയിൽ പുലിയും കടുവയൊക്കെ കാണാൻ സാധ്യതയുള്ള റൂട്ടാണ്. അതുകൊണ്ട് പതുക്കെ ശ്രദ്ധയോടെ പോയി കഴിഞ്ഞാൽ നല്ല സൈറ്റിങ്ങുകൾ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. കൊല്ലത്തുനിന്നൊക്കെ 2 ഡേയ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ റൂട്ട് തന്നെയാണ്. ഞങ്ങൾ രാത്രി കൊല്ലത്തുനിന്ന് വണ്ടി എടുത്ത് രാവിലെയോടെ ഇവിടെ മുതുമല ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ മുതുമല ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എല്ലാം കറങ്ങി തിരികെ തെപ്പക്കാട് എത്തി. തെപ്പക്കാടുള്ള എലിഫന്റ് ക്യാമ്പും കണ്ടിട്ടാണ് മസനഗുഡിയിൽ വന്ന് റൂം എടുത്തത്. ഇവിടുന്ന് മസനഗുഡിയിൽ റൂം എടുത്ത് പിറ്റേന്ന് വെളുപ്പിന് ജംഗിൾ സഫാരി പോയിട്ടാണ് തിരികെ ഊട്ടിയിലേക്ക് യാത്ര തുടങ്ങിയത്. ഊട്ടിയിൽ നിന്ന് മഞ്ചൂര്, മുള്ളി, ആനക്കട്ടി വഴി തിരികെ കൊല്ലത്തേക്കാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ സ്റ്റേ എടുക്കുകയാണെങ്കിൽ മാക്സിമം മസനഗുഡിയിൽ തന്നെ എടുക്കുക. അവിടെയാണ് കുറച്ച് റെൻറ്റ് കുറവുള്ളത്. ആദ്യം റെൻറ്റ് കൂടുതൽ ചോദിക്കുമെങ്കിലും ഒന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ വൈൽഡ് ഇന്ത്യൻ ടൂറിസ്റ്റ് ഹോമിലാണ് റൂം എടുത്തത്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ റെൻറ്റ് വന്നത് 800 രൂപയാണ് റൂമിന്. അതുമാത്രമല്ല, രാവിലെ 6 മണി മുതലാണ് മുതുമലയുടെയും ബന്ദിപ്പൂരിൻ്റെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് വണ്ടികൾ കയറ്റി വിടുന്നത്. നമ്മൾ മസനഗുഡിയിൽ സ്റ്റേ ചെയ്യാന്നുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങി തെപ്പക്കാട്ടേക്കൊക്കെ ഒന്ന് പോകാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഒരുപാട് സൈറ്റിങ്ങുകൾ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു.
ജോലിക്കാര് നിൽക്കുന്ന സ്ഥലത്ത് നിർത്തണം. കുടി അങ്ങനെ കാടും കണ്ട് ചുരമൊക്കെ കയറി നമ്മൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.